നമസ്കാരം. കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ അതായത് CPM-ന്റെ മുൻ മന്ത്രി EP ജയരാജൻ CPM-ൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഒരുപാട് നാളായി EP ജയരാജൻ CPM-മായി ഒരു ബന്ധവും വച്ചു പുലർത്തുന്നില്ല. എല്ലാ പരിപാടിയിലും EP പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് ആരും ഒരു പരിഗണന നൽകാതെ വന്നതോടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ EP ജയരാജൻ BJP-യുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു കൂടിക്കാഴ്ചയും ചർച്ചയൊക്കെ നടത്തുകയും ചെയ്തത്. BJP പ്രവേശനത്തിൽ EP ജയരാജനുമായി 3 വട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇലക്ഷന് അന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം EP തന്നെ പുറത്തുവിട്ടത്. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് വരികയായിരുന്നുവെന്ന് അതിനാലാണ് പാർട്ടിയെ അറിയിക്കാത്തതെന്നുമായിരുന്നു EP-യുടെ വിശദീകരണം. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് പാർട്ടി നേതാക്കൾ തന്നെ അവസാനം മനസ്സിലാക്കി. EP ജയരാജൻ BJP-യിലേക്ക് പോകുന്നുവെന്ന രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം തന്നെ അന്നു മുതൽ സൂചന നൽകിയിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നതും അത് തന്നെയാണെന്ന് സോഷ്യൽ മീഡിയയിലടക്കം സംസാരങ്ങൾ ഉയരുന്നുണ്ട്. CPM വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ EP-യുടെ ചുവടുമാറ്റം രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിന് തന്നെ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ കനത്ത നാണക്കേടുമുണ്ട്. EP-യുടെ രാഷ്ട്രീയ നീക്കം ഞെട്ടലോടെയാണ് നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കാണുന്നത്. അന്ന് അതീവ ഞെട്ടലോടെയും ഇലക്ഷൻ സമയത്ത് നേതാക്കൾ കേട്ടു. നിലവിൽ CPM നേരിട്ട് EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും അതോടൊപ്പം തന്നെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ഏറെക്കാലമായി മാറ്റി നിൽക്കുകയായിരുന്നു. ഇനി എന്തായാലും അടുത്ത കേരളത്തിൽ നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ EP ജയരാജൻ BJP-യിലേക്ക് രാഷ്ട്രീയ പ്രവേശനം നടത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ EP ജയരാജൻ വഴി കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് ഒഴുകിയാൽ അത് CPM-ന് വരുന്നത് വലിയൊരു തലവേദന തന്നെയാകും. ഇടതുപക്ഷത്ത് നിന്ന് പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ തന്നെ ഉണ്ടാകും. ഇതിനോടകം തന്നെ ഇടതുപക്ഷം അത് അനുഭവിച്ചു കഴിഞ്ഞതാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഓരോ കോട്ടകളും BJP 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചടക്കിയതായിരുന്നു. അതായത് പിണറായിയുടെ കോട്ടകളടക്കം, അത് പിണറായി വിജയന്റെ മണ്ഡലങ്ങളടക്കം, ധർമ്മടം മണ്ഡലങ്ങളടക്കം BJP അന്ന് വലിയ തോതിൽ അവിടെ ശക്തി കേന്ദ്രം തെളിയിച്ചത് തന്നെയാണ്. ശക്തി തെളിയിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ കണ്ണൂരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റുകൾ നേടുന്നു എന്നത് ലക്ഷ്യമായിരിക്കും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിലയിരുത്താൻ പോകുന്നത്. ആ വിലയിരുത്തലോട് CPM കേരളത്തിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ തന്നെ CPM-നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. CPM-നെതിരെ വലിയ തോതിൽ ജനരോക്ഷം ആളിക്കത്തുന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് CPM-നോട് പറഞ്ഞ ബാലറ്റിലെല്ലാം തന്നെ BJP-യെ സപ്പോർട്ട് ചെയ്തത്.